അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ്. എന്നത്തെ പോലെ നമ്മൾ രാവിലെ തന്നെ തിരുമ്പയും കുളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ തിരുമ്പയും ചിക്കാൻ വന്നതാട്ടോ. വെയിലാകുമ്പോഴേക്ക് ചിക്കിക്കാളുടെ വിചാരിച്ചാണ്. നട്ടുച്ച വെയിലാകുമ്പോഴേക്കും ഇങ്ങോട്ടും എടുത്തേക്കുകയും ചെയ്യാമല്ലോ. അല്ലാണ്ട് നല്ല നല്ല നൈറ്റികളും ഷാളുകളൊക്കെയാണ് മക്കളെ, വെയിലുകൊണ്ട് നരച്ചു പോകുമല്ലോ. ഒരുവിധം പഴയതായ നൈറ്റിയൊക്കെ ഞാൻ രാത്രി കുളിക്കുമ്പോൾ സോമ്പൊടിയിലായിട്ട് പൊതിർത്തിടും. എന്നിട്ട് രാവിലെ കുളിക്കുമ്പോൾ കുളിമുറിയിൽ തന്നെ ഓളോബ്രിക്സിൻ്റെ കല്ലുണ്ട് കുളിമുറിയിൽ, എന്നാൽ പാടുന്ന കുത്തി തിരുമ്പി ഇങ്ങ് എടുക്കും കേട്ടോ. നല്ല നൈറ്റികൾ ഞാൻ സോമ്പൊടിയിലിടാനോ വാഷിംഗ് മെഷീനിലിടാനോ നിൽക്കുകയില്ല. അത് സോപ്പ് വെച്ച് കുറച്ച് നേരമായിട്ട് പൊതിർത്തിടും. അല്ലെങ്കിൽ ചിലപ്പം തലേന്ന് രാത്രി പൊതിർത്തിടും, അല്ലെങ്കിൽ രാവിലെ എണീച്ച് പൊതിർത്തിടും. എന്നിട്ട് പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ എടുത്തിങ്ങനെ കല്ലുമ്മേലിട്ടിങ്ങനെ കുത്തി തിരുമ്പി ഇങ്ങ് എടുത്താൽ മതിയല്ലോ. ഓളോബ്രിക്സിൻ്റെ കല്ലിൻ്റെ സുഖമാണ് കുളിമുറിയിൽ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പടവ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കട്ടക്ക് ഹോളോബ്രിക്സ് എന്ന് പറയുന്നുണ്ട്. ചില നാട്ടിലേക്കൊക്കെ വേറെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ അതിന്. ആ പേരിനോട് മറന്നു വയ്ക്കുന്നു, അതാണ് ഞാനിതിൽ ഉൾപ്പെടുത്താത്തത്. പിന്നാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ തിരുമ്പി ചിക്കിക്കുകയാണെങ്കിൽ എന്ത് വെയിലാണ് ഉണ്ടാകാമെന്നറിയോ? കത്തിച്ച് വെക്കുന്ന വെയിലല്ലേ, പൊരിഞ്ഞു പോവും. നമ്മൾ മല്ലിയും മുളകൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. ആ പൊരി വെയിലത്ത് നമ്മൾ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ചിക്കിക്കുകയാണെങ്കിലേ നല്ല വെയിലിൻ്റെ ചൂടാകുമ്പോൾ ഇങ്ങോട്ട് എടുത്തില്ലെങ്കിൽ നരച്ചു പോവും വേഗം. ഞാനല്ലെങ്കിലും പാകം തിരിച്ചിട്ടാണ് കേട്ടോ ചിക്കൽ, അല്ലാണ്ട് നല്ല ഭാഗം ഞാൻ ചിക്കൂല. നാട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്, തിരുമ്പലും അങ്ങനെ തന്നെയാണ്, ചിക്കലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സിലൊന്നും അങ്ങനത്തെ അയക്കുകളൊന്നും ഉണ്ടാവില്ല. എല്ലാം ടച്ച് തിരുമ്പാനും പിന്നെ പുരേന്ന് പണിയെടുക്കുമ്പോൾ എടുക്കുകയും ചെയ്യുന്നില്ല. തേച്ച് കയറാൻ പോകണില്ല, അടിച്ച് കയറാൻ പോകണില്ല, മീൻ മുറിക്കാൻ പോകുന്നില്ല, തൊടിക്കാൻ പോകുന്നില്ല, പിന്നെ വിറകിൻ്റെ പണിയെടുക്കില്ല. അങ്ങനത്തെ പണിയൊന്നും എടുക്കാത്തെങ്കിൽ പിന്നെ അങ്ങനത്തെ ചേറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മക്കളെ തിരുമ്പിക്കുലിയോ കഴിഞ്ഞ് അടുക്കളയിൽ കയറി വെക്കുന്നവരുണ്ട്. മുത്ത് നല്ല ദോശയും ചട്ടിനിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കിട്ടോ. അവയ്ക്ക് തോണി കുറച്ച് ഇഡ്ഡലി ചുട്ടാലോ, ദോശൻ്റെ മാവ് ബാക്കി ഉണ്ടാനും. ഞാനിവിടെ വന്നാൽ ഇഡ്ഡലിയും ചുട്ടിയിലിട്ടോ. ഇഡ്ഡലി പാത്രം ചെറിയതാണ്, അത് തപ്പിത്തരുന്നെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കഴുകി മോറി ഞാൻ അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കുഴിയിലൊക്കെ നല്ലോണം എണ്ണയൊക്കെ പുരട്ടി കൊടുത്തേക്കുന്നു കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇളകി കിട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ടേ ദോശമാവാണാനും പിന്നാണെങ്കിൽ ഉപയോഗിക്കാണ്ട് വെച്ച തട്ടുമാണ്. തിരേ ഇഡ്ഡലി ചുട്ടിയില്ല ഞാൻ ഇവിടെ വന്നാരാ. പിന്നെ ഇതിലൊന്നും ചുട്ടാലൊന്നും എവിടെ എത്തുകയില്ലല്ലോ, എന്നിട്ട് അവിടെ ചുടാണ്ടിന്ന്. ഇപ്പം ദോശ ഇട്ട മാവ് ബാക്കി ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ ചുടുന്നത്. ഞങ്ങൾ കുറച്ചാൾക്ക് മതിയല്ലോ, പുരക്കാർക്ക് വേണമെങ്കിൽ തിന്നാൽ. ദോശ വേണ്ടിയവരുണ്ട്, ഇഡ്ഡലി വേണ്ടിയവരുണ്ട്, അത് വേണമെങ്കിൽ തിന്നാലോ മാവ് ബാക്കിയുള്ളതിനെ കൊണ്ട്. ഇതിലാണെങ്കിൽ കുറച്ച് വെള്ളം കൊള്ളുകയും ചെയ്യും. പിന്നെ വെള്ളം എടുക്കിടക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം. തട്ടാണെങ്കിൽ അടുത്തടുത്ത് നിന്നിട്ട് അടിയിലത്ത് ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോഴേക്കും മുളത്തെ മൂടിമ തട്ടിപ്പോട്ടോ. സോറി കേട്ടോ, മൂടിമ തട്ടിപ്പോവുക എന്നല്ലേ പറഞ്ഞത്, മുളത്തെ തട്ടുമ്മലാട്ടോ തട്ടിപ്പോവുക. സ്പേസ് വളരെ കുറവാണ്. മറ്റേ ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ മുളത്തേമ്മ തട്ടിപ്പോവുക ചെയ്യുക. ഒരു കുഞ്ഞ് ടിൽച്ചമ്പാണ്, എന്നാലും 12 എണ്ണം ഒരുമിച്ച് ചൂടാട്ടോ, ചെറുതാണെങ്കിലും. ഏതായാലും വേണ്ടിയില്ല, നമ്മളെ പൂതിക്കൊന്ന് ചുട്ട് വെക്കട്ടെ വിചാരിച്ച് അങ്ങനെ എല്ലാം കൂടി തട്ടിക്കൊഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതല്ലേ. ഇങ്ങനെ ചുട്ടിട്ടോ പൂതിക്ക് തിന്നുകയും ചെയ്തിരിക്കുന്നത്, നല്ല നന്നാവുകയും ചെയ്തിട്ടോ. ദോശമാവാണെങ്കിലും ഈ ദോശമാവിൽ ചോറും കൂട്ടിയില്ല, ഉലുവയും കൂട്ടിയില്ല. ഉലുവ പുതിർത്താൻ മറന്നുപോയതാണ്. പിന്നെ ചോറ് സാധാരണ ഞാൻ കൂട്ടലില്ല കേട്ടോ, ചോറ് കൂട്ടാനാണ് ദോശ ചുടൽ. ഇവിടെ പച്ചരി വെച്ചാൽ എല്ലാ സമയത്തും ഒരുപോലത്തെ പച്ചരിയല്ല കിട്ടുക, ചിലപ്പോൾ നല്ല പറ്റുള്ള പച്ചരി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ദോശയോ വെള്ളപ്പൊക്കെ ചുട്ടിച്ചിട്ടാണെങ്കിൽ തമ്മമ്മൽ ഒട്ടിപ്പോവുക, പിന്നെ അത് തിന്നുമ്പോൾ ഒരു സുഖം തോന്നില്ല. പുതിയ അരി കൊണ്ടുവരുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ചാൽ മനസ്സിലാകില്ല അത് പറ്റുള്ളതാണോ നല്ലതാണോ എന്നുള്ളത്. നല്ലതാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിച്ചാൽ മതി. ഞാൻ അങ്ങനെ ആണെങ്കിലും ദോശക്ക് ചോറ് കൂട്ടാണ്ടാണ് അരക്കൽ. അങ്ങനെ തട്ടിലൊക്കെ നമ്മൾ മാവ് ഒഴിച്ച് വെച്ച് മൂടിയൊക്കെ കേട്ടോ. മൂടിയ ചിരങ്ങങ്ങൾ കണ്ടോ മക്കളെ, ഈ അവസ്ഥയിൽ അങ്ങായി പോയിക്കുന്നത്. വലിയ അടുപ്പാണ്, ചെറിയ ചെമ്പാണ്, ചെരിഞ്ഞു പോയി, മാവെല്ലാം കൂടി ഒലിച്ചു പോയി ഉണ്ടാവും. എന്തായാലും ഇഡ്ഡലി നന്നായി കിട്ടിക്കുന്നു. മുകളിലത്തെ ഭാഗം മാത്രമേ ഒലിച്ചു പോയുള്ളൂ കേട്ടോ. 4 ഇഡ്ഡലി ഒന്ന് ഒലിച്ചുണ്ട് നിൽക്കുന്നു. ബാക്കിയൊക്കെ സെറ്റായി കിട്ടിക്ക്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ എല്ലാവർക്കും കൊടുക്കാനൊന്നല്ലേല്ലോ. ഇത് ശ്രദ്ധിക്കായിട്ട് വന്നതാട്ടോ. എൻ്റെ അമർത്തലോണ്ട് മൂടിയൊക്കെ ചതഞ്ഞിക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ലോണം ടൈറ്റായി നിൽക്കട്ടെ ഒന്ന് അമർത്തി വെച്ചായിരുന്നു. അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇഞ്ചി ഉരൽ വെച്ചാട്ടോ, ഇഞ്ചിക്കുത്തിൻ്റെ ഉരലുണ്ടല്ലോ, അതെടുത്ത് വെച്ചെങ്ങാനും കനം വെച്ചെങ്ങാനും ആവി പുറത്ത് കണ്ടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മുകളിലത്തെ തട്ട് അടിയത്തേമ്പോൾ തട്ടിപ്പോകുന്ന, അങ്ങനെ തട്ടി കുയ്യി വന്നതാട്ടോ അതിന്. അങ്ങനെ മക്കളെ ദോശമാവുകൊണ്ട് നമ്മൾ ഓർക്കാപ്പുറത്ത് ഒരു ഇഡ്ഡലി ഉണ്ടാക്കി. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന്. അടുക്കളയിൽ വന്നപ്പോൾ മോള് പറയുന്നത് ദോശമാവ് ബാക്കിയുണ്ട്, എന്നപ്പോൾ എനിക്ക് തോന്നി ഇഡ്ഡലി ഉണ്ടാക്കട്ടെ എന്ന്. ഇഡ്ഡലി തട്ടുണ്ട് നമ്മൾ അതിൽ ഒഴിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിച്ച് നോക്കിയതാണ്. ഏതായാലും സെറ്റായി കിട്ടിയിരിക്കുന്നത്. കുറേ കാലം ഇഡ്ഡലിയൊക്കെ തിന്നപ്പോൾ നല്ല ടേസ്റ്റും തോന്നിട്ടോ. സാമ്പാറും ഉണ്ട്, ചട്നിയും ഉണ്ടല്ലോ. സാമ്പാറാണ് ഏറ്റവും കോമ്പിനേഷൻ. ഇഡ്ഡലിക്ക് ചട്നി ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സാമ്പാറും ചട്നിയും ഇഷ്ടമാണ്, രണ്ടും കൂട്ടി ഞാൻ കഴിച്ചിരിക്കുന്നതായാലും നല്ല സോഫ്റ്റാണ്. പിന്നെ അടിയിലത്തേനൊക്കെ മുകളിലത്തേൻ്റെ തട്ടിയെ കൊണ്ട് കുയ്യി വന്നിക്കുന്നതല്ലാണ്ട് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാത്തിനൊന്നും വന്നില്ല, ചെലിനൊക്കെ വന്നിക്കുന്നു. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വന്നോളി മക്കളെ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമല്ലോ. എന്നാൽ ഞാനെന്തായാലും കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്, എല്ലാവരും വരി.
സാധാരണ നമ്മൾ ഉച്ചക്കത്തെ ഫുഡാണല്ലേ കാണിച്ചു തരൽ. ഇനിയിപ്പോൾ രാത്രിയത്തെ ആയിക്കോട്ടെ. രാത്രിയത്തെ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിന്ന് ചിക്കൻ്റെ ലിവറാണ് കറി വെക്കുന്നത്. ആ കറി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിനുള്ള തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതാട്ടോ. അതിങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുനിന്ന് മുത്തുണ്ട് കുബൂസ് ചുടുകയാണ്. അതിങ്ങനെ പരത്തി കൊണ്ടുവെക്കുന്നതിനനുസരിച്ച് ഓള് ചുടുക കേട്ടോ. ഞങ്ങൾ കുഴക്കുന്നതും പരത്തുന്നതും ഒന്നും വീഡിയോ എടുത്തില്ല. ചുടുന്നത് മാത്രമേ സൈഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി തേങ്ങ വറുത്തരച്ചിരിക്കുകയാണെങ്കിൽ കറി ഇറക്കണം. കുബൂസൊക്കെ എല്ലാവരും ചുടുന്നതാണല്ലോ അല്ലേ. എന്നാലും നമ്മൾ ചുടുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, കാണിച്ചു തന്നില്ലെങ്കിലും. കുറച്ച് ഇളഞ്ചൂട് വെള്ളത്തിൽ പിന്നെ പഞ്ചസാര ഇട്ട് അതിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കലക്കി വെച്ച് പിന്നെ മൈദപ്പൊടി എടുത്ത് അതിലൊരു 4 കോഴിമുട്ട കൊത്തി പാകം കിട്ടും. ഒരുപാട് ഇത് പൊടി കുഴച്ച് കിട്ടും. പൊടി ഞങ്ങൾ കാട്ടി തന്നില്ലല്ലോ. അതിലേക്ക് 4 കോഴിമുട്ട കൊത്തി പാർന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിക്കുന്നത്. പിന്നെ ആ ഇളക്കി വെച്ചിന് ഈസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇളഞ്ചൂട് വെള്ളത്തിലാണെന്ന് കുഴച്ചെടുത്ത് കേട്ടോ. ഇത് കുഴച്ച് കുറേ സമയം വെച്ചപ്പോഴേക്ക് നല്ലോണം പൊങ്ങി വന്നിക്കുന്നു. പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തി ഇതൊക്കെ പരത്തുമ്പോൾ തന്നെ പരത്തിയെടുത്തതാണ്. പരത്തി ഇങ്ങനെ ചുട്ടെടുത്തതാണ്. നല്ല സോഫ്റ്റായ കുബൂസാട്ടോ. അത്യാവശ്യം കനത്തിലാണ് പരത്തി. അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസിൽ കേട്ടോ. അധികം കനം കുറച്ച് നൈസാക്കിയിട്ടുമില്ല, പിന്നെ അധികം കട്ടിയാക്കിയിട്ടില്ല കേട്ടോ. ഒരിടത്തരം ഇതിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് പാല് കുഴക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊടി ഇപ്പോൾ പാല് കുഴക്കാൻ നിൽക്കുകയാണ്. എന്തോ ഒരു പാല് കണ്ടി വരും. ഇതിനെക്കൂടെ പാലൊന്നും നമ്മൾ എടുത്തില്ല. നമ്മൾ ചുടുവെള്ളത്ത് കുഴച്ചിട്ട് കേട്ടോ. അതുപോലെ ഇത് നോക്കി മക്കളെ, ഇത് ഒരു ദിവസം രാത്രി ഉണ്ടാക്കിയതാട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് നമ്മൾ അതോളം വട്ടൂരൊക്കെ കുഴക്കുമ്പോൾ തന്നെ മാവ് കുഴച്ചിട്ട് ഇതിൽ കുറച്ച് ചെറിയ ജീരകവും ഇട്ടിക്കുന്നു, എള്ളും ഇട്ടിട്ട് കേട്ടോ. ആ 2 സാധനവും ഇട്ടിങ്ങാൻ കുഴച്ച് കയറ്റിയതാണ്. അങ്ങനെ എണ്ണയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജീരകവും കടിക്കുക. കരിജീരല്ല കേട്ടോ, എള്ളും കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ഇതിന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. ഒന്നും ചപ്പാത്തിയും പൊറാട്ടയും പത്തിരിയും ഒക്കെ ആകുമ്പോൾ പത്തിരി ആർക്കും മടുക്കൂല കേട്ടോ. ചപ്പാത്തിയാണ് എല്ലാവർക്കും മടുക്കുന്ന സാധനം. പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ രാത്രി ചപ്പാത്തിയാണ് ആവശ്യം കേട്ടോ. ഷുഗറുള്ള ലൈറ്റും വയറ് കുറക്കേണ്ടിയോളും തടി കുറക്കേണ്ടിയോളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തോലൊക്കെ ചപ്പാത്തിയാണല്ലേ കഴിക്കുക. ഇത് മക്കളെ ഞാനിപ്പോൾ കുബൂസിന് കുഴക്കുന്നത് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കുഴച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴച്ചിട്ട് പിന്നെ ഇതിലൊക്കെ ദിവസം ജീരകം ഇട്ടെടുത്താൽ ചെറിയ ജീരകം ഇടുക, പിന്നെ എള്ളും ഇടുക. കരിജീരം ഉണ്ടെങ്കിൽ അതല്ലേ നല്ല. കരിജീരം കടിക്കാൻ പ്രത്യേക ടേസ്റ്റാണതല്ലേ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ രീതി, കുഴക്കുന്ന രീതിയൊക്കെ. ഇപ്പോൾ അതായത് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടേ. ഞാനൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ട് കുറച്ച് നേരം വെച്ചാൽ നല്ലോണം പൊങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് ചൂടോടൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റാണ് മക്കളെ. ചൂടണിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല, എന്നാലും ചൂടണിഞ്ഞാൽ കുഴപ്പമുണ്ട് നല്ല കേട്ടോ പറയുന്നത്. ചൂടോടൊക്കെ തിന്നണം. എന്ത് സാധനം നമ്മൾ ചൂടോടൊക്കെ തിന്നിക്കണമെങ്കിൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആ ടേസ്റ്റ് ഇതിനും ഉണ്ടാവും. ചൂടണിഞ്ഞ് കണക്ക് കുറയും നല്ല കേട്ടോ ഉദ്ദേശിച്ച്. ഏതായാലും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ടി. എന്ത് കറി ഉണ്ടെങ്കിലും കൂട്ടി കഴിക്കുക. പിന്നെ കറി ഇല്ലെങ്കിൽ കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യുക. അങ്ങനെയും കഴിക്കുക കേട്ടോ. ഇത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കുമ്പോൾ ഞാൻ വേഗം കട്ടൻ ചായയും പറഞ്ഞ് കുടിക്കും. ഈറ്റാ ചൂടോടൊക്കെ നിർത്ത് കടിച്ചു കൂട്ടുകയും ചെയ്യും. നെയ്പത്തിലും ഇതൊക്കെ കേട്ടോ. ഇത് മുത്തുമാണ് പരത്തി കൊടുക്കുന്നത്, ഇക്കാക്കാണ് പൊരിക്കുന്നത്. ഓല് 2 ആളും കൂടിയാണ് ഇതിൻ്റെ പണിയെടുക്കുന്നത്. ഇതിങ്ങനെ പൊരിക്കുന്ന കൂട്ടത്തിൽ ഇക്കാക്കൻ്റെ കൈമേലൊക്കെ എണ്ണ തെറിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ പൊള്ളു. എന്നിട്ട് പറയുന്നുണ്ട് പൊള്ളീന്ന്. നമുക്കതൊന്നും ഒരു വിഷയം തോന്നൂലല്ലോ. ഞാൻ ഈ പരിപാടിക്ക് നിൽക്കലും ഒടിക്കാതെ എൻ്റെ കൈ എല്ലാം പൊള്ളി കിട്ടുമോ. നല്ലോണം അധികം പൊള്ളലുണ്ട്. ഇപ്പം ഞാൻ നല്ലോണം കരുതിക്കാളലാണ്. എന്നിട്ട് പൊള്ളിയിൽ നല്ലോണം കലയുണ്ട് കൈമേൽ. എണ്ണ പൊട്ടിത്തെറിച്ച കല പെട്ടെന്നൊന്നും പോവുകയില്ലല്ലോ. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും ഇതിറ്റെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥന ഉൾപ്പെടുത്തിട്ടോ. പിന്നെ പ്രത്യേകം വീണ്ടും പറയാനുള്ളത് എന്താ അറിയോ, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തട്ടോ.